പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ കാരണം എന്ന് വെച്ചാൽ മെയിൻലി നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങിയാൽ അപ്പം തന്നെ ഒരു ജോലി, ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ് എടുത്തത്. 13 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ടോട്ടൽ ഈ നേഴ്സിംഗ് പ്രൊഫഷനിൽ. പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഈ 13 വർഷമായിട്ട് ഈ പ്രൊഫഷനിൽ തന്നെ നിൽക്കാൻ. സാധാരണ ആൺപിള്ളേർ വളരെ ചുരുക്കം പേര് മാത്രമേ ഈ പ്രൊഫഷനിൽ നിൽക്കാറുള്ളൂ. പലരും ഈ പ്രൊഫഷൻ ഇട്ടിട്ട് പോകാറുണ്ട്. കാരണം പലരും ഈ പ്രൊഫഷനിൽ വരുന്നത് ഇഷ്ടത്തോടെ അല്ല. ഫസ്റ്റൊക്കെ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് കുറേ ശ്രമിച്ചത്. അമ്മയുടെ ആഗ്രഹം അങ്ങനെ സാധിച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഞാൻ നഴ്സിംഗ് ചേർന്നു. അങ്ങനെ ഒരു അവസ്ഥയിലാണ് എനിക്കൊരു ചെറിയൊരു അനുഭവം ഉണ്ടായത്. അന്ന് എനിക്ക് ആംബുലൻസ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പോൾ റെഫർ ചെയ്യുന്ന സമയത്ത് ഡോക്ടറെ എടുത്ത് ഡിസ്ചാർജ് സമ്മറി മേടിക്കാൻ ഞാൻ ചെന്നു. അപ്പോൾ സാർ എൻ്റെ അടുത്ത് പറഞ്ഞു, പേഷ്യൻ്റ് H1N1 ആണ്, പേഷ്യൻ്റ് രക്ഷപ്പെടാൻ യാതൊരു ചാൻസും ഇല്ല. അപ്പോൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഈ പേഷ്യൻ്റ് രക്ഷപ്പെടുകയില്ലാന്ന്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു ലേബർ ഇങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ ആ പേഷ്യൻ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വെക്കുന്നുണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ആ സമയത്ത് അവരൊരു പെൺകൊച്ചിനൊരു ജന്മം നൽകുകയാണ്. പക്ഷേ നമ്മൾ ഈ ജോലി കയറി കഴിഞ്ഞതിന് ശേഷമാണ് അത് ജോലി മാത്രമല്ല സംതിങ് സ്പെഷ്യൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാകുന്നത്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നൊരു അനുഭവമാണത്. വേറെ അതിന് മുന്നേ നമുക്ക് അങ്ങനെ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഫ്രഷറായിട്ട് ഇറങ്ങിയ സമയമായിരുന്നു. ഹോസ്പിറ്റലിൽ വന്നതിന് ശേഷമായിരുന്നു പേഷ്യൻ്റ് കൊളാപ്സ് ആവുന്നത്. ഒരു ദിവസം പപ്പ ഞങ്ങളൊക്കെ ആയിട്ട് സംസാരിച്ചിട്ട് നോർമലായിട്ട് ഇരിക്കുമായിരുന്നു. ജസ്റ്റ് ലഞ്ച് കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ പോയി. ഉറങ്ങി എഴുന്നേറ്റിട്ട് ഒരു ഫോൺ കോൾ വന്നപ്പോൾ ഫോൺ കോൾ റിസീവ് ചെയ്തിട്ട് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് പെട്ടെന്ന് പപ്പയ്ക്ക് ഗിഡിനെസ്സും സ്വെറ്റിങ്ങും ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് നോക്കാമെന്നൊരു ജസ്റ്റ് ഗ്ലൂക്കോമീറ്റർ എടുത്തപ്പോൾ തന്നെ പപ്പ അങ്ങനെ കൊലാപ്സായി. പിന്നെ അവിടെ ചെന്ന് ഇറക്കി, ആ ഹോസ്പിറ്റലിൽ ഇറക്കി ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ പേഷ്യൻ്റ് എന്നെ ചോദിച്ചു, മോനെ, ഒരമ്മച്ചിയായിരുന്നു, മോനെ ഞാൻ രക്ഷപ്പെടാൻ വല്ല ചാൻസും ഉണ്ടോ, മോനെ എന്ത് തോന്നുന്നു എന്ന് പറയുന്നു. നമ്മുടെ ഒരു പ്രൊഫഷൻ വെച്ച് നമ്മളെല്ലാവരും പറയും അത് കുഴപ്പമില്ല അമ്മ എന്താണ് രക്ഷപ്പെട്ടിട്ട് എല്ലാം ശരിയായി കഴിയുമ്പോൾ എന്നെ ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്നു. അത് കഴിഞ്ഞ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മറന്നുപോയി. കുറച്ച് കാലം കഴിഞ്ഞപ്പം ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ എൻ്റെ റിസപ്ഷനിൽ നിന്നൊരു കോൾ വന്നു, ഒരാൾ നിങ്ങളെ കാണാൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ താഴത്തെ ഇറങ്ങി ചെല്ലുമ്പോൾ ആ അമ്മച്ചിയാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ പറഞ്ഞു, മോനെ നീ എന്ന് പറഞ്ഞ വാക്കാണ് എനിക്ക് പ്രതീക്ഷ തന്നത്. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത്. കാരണം നമ്മൾ കാരണം ഒരാൾ രക്ഷപ്പെട്ടിട്ട് നമ്മുടെ അടുത്തൊരു നന്ദി വന്ന് പറഞ്ഞപ്പോഴാണ് ഈ പ്രൊഫഷൻ ഇത്ര ഒരു വാല്യൂ ഉണ്ട്, ഇതിന് നിന്നാൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നിയത്. നമ്മുടെ കയ്യിലിങ്ങനെ തരും, ആ ഒരു ബേബിയെ നമ്മുടെ കൈ കിട്ടുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു ഫീലാണ്. കാരണം ആ ചോര മൊത്തം ആ ബേബിയുടെ മേത്തുണ്ട്. നമ്മളാണ് ആ ബേബിനെ ഒന്ന് എടുത്ത് വാഷ് ചെയ്ത് പൊക്കിൽ കൂടി കട്ട് ചെയ്ത് ക്ലാമ്പ് ചെയ്ത് ആ സംഭവം ശരിക്കും അത് നമുക്കിങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അത്ര നല്ലൊരു നിമിഷം ഞാൻ എൻ്റെ ലൈഫിൽ ആലോചിക്കുകയാണ്. അതിന് ശേഷമാണ് ഞാൻ ഈ ജോലി കൂടുതലായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയത്. ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് ആ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ മുഖത്തുള്ള ആ സന്തോഷം കാണുമ്പോൾ നമുക്ക് ആ ദിവസത്തെ എത്ര സ്ട്രെസ് ഉണ്ടായിരുന്നാലും അത് മറക്കാൻ പറ്റും ആ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ സ്മൈല് കാണുമ്പോൾ. ശരിക്കും അതൊരു നേഴ്സിൻ്റെ ലൈഫിൽ എന്നൊക്കെ പറയുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ വളരെ ഓർത്തു വെക്കുന്ന ഒരു കാര്യങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഫഷനിൽ നിന്ന് തുടരാൻ കാരണം തന്നെ അങ്ങനെയുള്ള പ്രചോദനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ തുടർന്ന് പോകാൻ കാരണം. പക്ഷേ ഡബിൾ ഡ്യൂട്ടി എടുത്താലും ചില പേഷ്യൻസ് നമ്മളിൽ നോക്കി ചിരിക്കുമ്പോൾ ആ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ, അതേപോലെ കുറേ നമ്മളോട് ഇങ്ങനെ പറയും, മോളെ നോക്കിയത് നന്ദി, വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിച്ചില്ലെങ്കിൽ അവരുടെ മുഖത്ത് അത് പുഞ്ചിരി കാണുമ്പോൾ നമ്മളെ തന്നെ മറക്കുന്ന കുറേ നിമിഷങ്ങളൊക്കെ ഉണ്ട്.